ആന്തരികമാകുന്നു. അവിടെ
നിന്റെ ഭാര്യ നിന്റെ ഭാഗത്തുകളിയാകും. നിന്റെ മക്കൾ മനസ്സിൽ ചുറ്റും ശൈത്യമുളകൾ പോലെയുമായിരിക്കും. എല്ലാ സഹായങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പിടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നീ നിരന്തരം സ്തുതിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നൽകുകയില്ല എന്നല്ല ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. എന്റെ കർത്താവിനെ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവജനായ ഭരണകർത്താവിന്റെ ഭവനത്തിൽ വസ്തുക്കളുടെ സ്മരീനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും മറുപടിയുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എൻ്റെ സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും എപ്പോഴും എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ക്രിസ്തുവിന്റെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവ് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും
അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്തെ വേദനയുള്ളതാക്കി. ഇത് അവളെ കറിവെച്ചോ മറ്റു കുറവായില്ലാത്ത മഹത്വപൂർണ്ണയെ തന്നെ പ്രതീക്ഷിക്കുന്നതിനും അവളെ കളകരിക്കുകയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെ മാതാവിനെ വിട്ടഭാഗ്യം ചെയ്യും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോട് ക്രിസ്തുവിന്റെ ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമുക്ക് സന്ദർഭമെന്ന് പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിലെ വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർ വീഞ്ഞില്ല. ഈശോയോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്താ? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. മറ്റേ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുകയും യഹൂദരുടെ ശുദ്ധീകരണത്തിനുള്ള വെള്ളം നൽകുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നയിക്കുമെന്ന് ഈശോയോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം കോളും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരുടെ അടുത്ത് കൊണ്ട് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞാദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലേക്കാനായി ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. നമ്മുടെ വിശുദ്ധ സാക്ഷിയാക്കി പുതിയ കുടുംബജീവിതത്തിന് തുടക്കം കൊടുക്കാൻ വിവാഹം സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന ലിൻഡോയ്ക്കും ക്രിസ്ത്യനോയ്ക്കും ഇവിടെ കൂടിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും എല്ലാവരുടെയും പേരിൽ വിവാഹ ജീവിതത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെ പ്രാർത്ഥനകളും മംഗളങ്ങളും സന്തോഷപൂർവ്വം ആശംസിക്കുന്നു. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്, എന്തിനാണ് വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും പല ഉത്തരങ്ങൾ പറയാം.
കുടുംബജീവിതത്തിലെ നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ എന്തിനാണ് ദൈവം ദമ്പതികളെ കൂട്ടിയോജിപ്പിക്കുന്നതെന്ന് സഹോദരസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് 1-ാം ലേഖനം 7-ാം അധ്യായം 14-15 നാം വായിക്കുന്നു. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖേന, അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. നിങ്ങൾ പരസ്പരം വിശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധനാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സ്ഥിതിയിൽ അവർ വിശുദ്ധരത്തിലെ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഭർത്താവിൻ്റെ ബലഹീനതകൾ കുറവുകൾ ഭാര്യ ഏറ്റെടുത്ത് ഭർത്താവിനെ വിശുദ്ധീകരിക്കാൻ, ഭാര്യയുടെ കുറവുകളും പോരായ്മകളും ഭർത്താവ് ഏറ്റെടുത്ത് ഭാര്യയെ വിശുദ്ധീകരിക്കാൻ, ദമ്പതികളുടെ പരസ്പര വിശുദ്ധീകരണത്തിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെയും വിശുദ്ധീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കാനാണ് ദൈവം നിങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നുള്ള ആഴമായ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഒരുപക്ഷെ ജീവിത പങ്കാളി അന്വേഷിച്ച് നടന്നപ്പോൾ നിങ്ങൾ സമ്പത്ത് കൊണ്ട് ചേരുമോ, സൗന്ദര്യം കൊണ്ട് ചേരുമോ, ആരോഗ്യം കൊണ്ട് ചേരുമോ, ജോലി കൊണ്ട് ചേരുമോ, എന്നിങ്ങനെ പല കാര്യങ്ങളും അന്വേഷിച്ചിട്ടുണ്ട്. ഇനി അന്വേഷിക്കുമ്പോഴെല്ലാം അവസാനം സമ്പത്തോ സൗന്ദര്യമോ ജോലിയോ ഒക്കെയാണ് നിങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ സമ്പത്ത്, സൗന്ദര്യം, ജോലി ഇങ്ങനെ പലതും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇവയാണ് കൂട്ടിയോജിപ്പിക്കുന്നത്. ഇവ നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ തളർച്ചയിലേക്ക് എല്ലാം ചെന്നിരിക്കും. എന്നാൽ നിങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിത പങ്കാളിയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ പുസ്തകം 24-ാം അധ്യായം 9-ാം വചനത്തിൽ നാം വായിക്കുന്നു. അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്കിന്റെ ഭാര്യ അന്വേഷിച്ച് അബ്രാഹത്തിന്റെ പ്രത്യേകം ലാബാന്റെ പക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ ലാബാനും ബെഥൂവേലും കൂടെ റബേക്കയെ ഇസ്ഹാക്കിന്റെ ഭാര്യയെ നൽകിക്കൊണ്ട് പറയുന്ന ഒരു വചനമാണ്. ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതേക്കുറിച്ച് നന്മയോ തിന്മയോ നമുക്ക് പറയാനില്ല. ഇത് റബേക്ക നിലനിൽക്ക് മുമ്പ് നിൽക്കുന്നു. കർത്താവ് തിരുവുള്ളമായതുപോലെ അവളുടെ യജമാനമായ ഭാര്യയായിരിക്കട്ടെ എന്ന്. ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതേക്കുറിച്ച് ഗുണമോ ദോഷമോ പറയാനില്ല, നന്മയോ തിന്മയോ പറയാനില്ല എന്ന ബോധ്യത്തോടുകൂടെ ജീവിത പങ്കാളിയെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ജീവിത പങ്കാളിയെ ദൈവകരങ്ങളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ജീവിതമാണ് പ്രശ്നങ്ങൾ, പ്രയാസം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ കുട്ടി യോജിപ്പിച്ചതിനെ കൂട്ടുപിടിക്കാനായിട്ട് സാധിക്കും. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ രാത്രിയെക്കുറിച്ച് സ്വപ്നം കാണാത്തവർ ആ കാര്യം തന്നെ ഉണ്ടാകില്ല. വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ രാത്രിയിലേക്കുള്ള വിവരണം വായിക്കാനായിട്ട് വളരെ പ്രചോദനാത്മകമായ ഒരു വിവരണമായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾ ചിന്തിക്കാൻ അച്ഛനൊക്കെ വായിച്ചത് അച്ഛനിൽ നിന്ന് വായിച്ച ബൈബിളിൽ നിന്ന് തന്നെയാണ്. തോബിയത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 1 വചനങ്ങളിൽ തോബിയാസും സാറയും കൂടി ആരംഭിക്കുന്ന ആദ്യ രാത്രിയിലേക്കുള്ള വിവരണമുണ്ട്. തോബിയാസ് പ്രാർത്ഥിക്കുകയാണ്. അവർ മണവറയിൽ അവർ തനിച്ചായപ്പോൾ തോബിയാസ് എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. പൂർവ്വപിതാക്കന്മാരിലൂടെ ദൈവം നമുക്ക് നൽകിയ നന്മകളെക്കുറിച്ച് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയുടെ അവസാനത്തിൽ തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഇവളോടത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അങ്ങനെ അനുഗ്രഹിച്ചാൽ. സാറാതിന് മറുപടിയായിട്ട് ആമേൻ എന്നത് അപ്രകാരം തന്നെ ആയിരിക്കും. ജീവിതാന്തസ്സിലേക്ക് വളർത്തിയ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും കൂടെ ബന്ധപ്പെട്ട വ്യക്തികളെയും എല്ലാം ദിവസത്തെ സമർപ്പിച്ച് വിശുദ്ധ കുർബാനയെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ പരസ്പര കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവം ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പായിട്ട് തൻ്റെ ദൂതനെ അയച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആ കുടുംബത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും ദൈവം തരും. അങ്ങനെ ദൈവത്തിന് അനുയോജ്യമായ മാതൃകാപരമായ നസ്രത്തിലെ കുടുംബജീവിതത്തിൽ എത്തപ്പിതാനോട് മാതാവിനോട് ഭവിഷ്യം ഉണ്ടായിരുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിലും ഈശോയുടെ സാന്നിധ്യം, ദൈവസാന്നിധ്യം ഉറപ്പുവരുത്തി നിങ്ങൾ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുടുംബജീവിതത്തിലെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവരുടെയും പേരിൽ ആശംസിക്കേണ്ട നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മെ നാമോരുടെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ സന്തോഷത്തോടെ ദേശീയ ആരംഭിച്ചിരിക്കുന്ന കുടുംബജീവിതം വിജയകരമായി അങ്ങയുടെ ശാന്തിയും സമാധാനവും
അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ അവരെ വളർത്തിയായ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും തിരുക്കമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ പ്രിയ സഹോദരി, ഈ ബന്ധനം ബന്ധത്തിലാകാൻ പോകുന്നു. ഈ കുദാശ യോഗ്യത പരികരണം ചെയ്യുന്നതിന് പുരോഗമനത്തിലൂടെ തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഭർത്താക്കന്മാരാകുവാനാഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശയോഗ്യത പരികരണം ചെയ്യുവാൻ ഈ ദാസനെ സിദ്ധനാകണമേ. അങ്ങനെ ഭാരസംബന്ധമായ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരായ തോമസ് മിശിഹായുടെ നിയമവും ക്രിസ്തുവിന്റെ നടപടിയും അനുസരിച്ച് സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ക്രിസ്ത്യനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ക്രിസ്റ്റീന മിശിഹായുടെ നിയമവും ക്രിസ്തുവിന്റെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി തോമസിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഞങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷ്യമാണ്. നിങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വളരെയേറെ ചേർത്തിരിക്കുകയാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നൽകുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും വിശ്വാസത്തിലും സ്നേഹത്തിലും ഭദ്രതമാരെ ഒന്നിപ്പിക്കുന്ന ഈ കാര്യം ദയാമുഖം ആസ്വദിക്കണമേ. ഐക്യത്തിന് പ്രതീകമായ ഈ കാര്യം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ലഭ്യമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടം അനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തരെ അടയാളം നൽകുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശ്രയിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുസരണത്താൽ മനുഷ്യാത്മാരെ അനുഗ്രഹിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആസ്വദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജനിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ വിനയരാക്കുകയും ചെയ്യണമേ. Oh
ദാരിദ്ര്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസതയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരങ്ങൾ സ്വീകരിക്കുകയും സർവശക്തനായ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗകര്യത്താലും പരിശുദ്ധാത്മാവിനാലും അവിടെ നിങ്ങളെ സൗകര്യമാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിശുദ്ധനായ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷിതമായിരിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടെ നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ ബഹുമാനവും ഉടനെ മനാദിനെ സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് എതിരാകുകയും ചെയ്യട്ടെ. സഹോദരി സ്വന്തം വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ കമ്പാർ ചെയ്യുവാനും തിരിച്ചുപത്രങ്ങളെ ക്ഷണിക്കുന്നു.
ഇപ്പോഴും